പെൺകുട്ടി വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരാളെ കണ്ടു. അവൾ അയാളെ രക്ഷിച്ച് കരയിലേക്ക് കൊണ്ടുവന്നു. അവന് ബോധം വന്നപ്പോൾ അവന് ഒന്നും ഓർമ്മയില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അതിനാൽ വേറെ വഴിയില്ലാതെ അവനെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അതേസമയം അവളുടെ മാതാപിതാക്കൾ വീട്ടിലേക്ക് തിരിച്ചെത്തി. മകളുടെ കൂടെ ഒരു പുരുഷനെ കണ്ടപ്പോൾ അച്ഛൻ ചോദിച്ചു, ഇത് നിന്റെ ബോയ്ഫ്രണ്ട് ആണോ എന്ന്. അപ്പോൾ അവൾ സംഭവിച്ച കാര്യങ്ങൾ അച്ഛനോട് പറഞ്ഞു. എന്നിട്ട് അവൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഉടനെ അവനെ പറഞ്ഞേക്കാമെന്ന് അവൾ പറഞ്ഞു. എന്നാൽ ഇത് കേട്ട് ഭയന്ന അവൻ എന്നെ ഉപേക്ഷിക്കരുതേ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ആ വീടിന്റെ ഉടമസ്ഥ അങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ട് ഈ മാസത്തെ വാടക ഉടനെ വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ബിസിനസ് മോശമായതുകൊണ്ട് കയ്യിൽ പണമില്ലെന്നും 3 ദിവസം കഴിഞ്ഞ് തരാമെന്നും അവളുടെ മാതാപിതാക്കൾ പറഞ്ഞു. എന്നാൽ ഉടമസ്ഥ അത് സമ്മതിക്കാതെ വഴക്കിട്ടു. പിന്നീട് പുതിയ ബോയ്ഫ്രണ്ടിനെ ഇത്രയും വേഗത്തിൽ അവൾ കണ്ടെത്തിയെന്ന് പറഞ്ഞ് അവളെ കളിയാക്കി. യഥാർത്ഥത്തിൽ അവളുടെ എക്സ് ബോയ്ഫ്രണ്ടിന്റെ അമ്മയായിരുന്നു ഈ ഉടമസ്ഥ. അവൻ അവളെ ചതിച്ചത് കൊണ്ടായിരുന്നു അവൾ ആ ബന്ധം അവസാനിപ്പിച്ചത്. എന്റെ കാമുകൻ നിങ്ങളുടെ മകനേക്കാൾ എത്രയോ മടങ്ങ് നല്ലവനാണെന്ന് അവൾ പറഞ്ഞു. ഇത് കേട്ട് ദേഷ്യം വന്ന ആ സ്ത്രീ അവളെ അടിക്കാനായി ഓങ്ങി. അപ്പോൾ അവൻ അത് തടഞ്ഞു. വേറെ വഴിയില്ലാതെ ആ സ്ത്രീ അവിടുന്ന് പോയി. വാടക എങ്ങനെ കൊടുക്കുമെന്ന് ഓർത്ത് അവർ വിഷമത്തിലായി. അപ്പോൾ അച്ഛൻ ഒരു കാര്യം ഓർമ്മ വന്നു. നാളെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. ജയിക്കുന്ന ആൾക്ക് $20,000 ആയിരുന്നു സമ്മാനം. അടുത്ത ദിവസം അവർ അവിടെ എത്തി. പക്ഷെ അവിടുത്തെ സ്റ്റാഫ് അവളുടെ എക്സ് ബോയ്ഫ്രണ്ട് ആയിരുന്നു.